അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ ആയിട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും പുതിയ പുതിയ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് വൈജയന്തി ഭയങ്കര സന്തോഷത്തിലാണ്. അലീന വീട് വിട്ടു പോയെന്നറിഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് തനിക്ക് ധൈര്യമായിട്ട് ആ വീട്ടിലേക്ക് പോവാം എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ ശിവശങ്കറിന്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, ശിവേട്ട എനിക്ക് കടപ്പാട്ട് വീട്ടിലേക്ക് തിരികെ പോണെന്ന് പറഞ്ഞു. ഓ, ഇപ്പോഴെങ്കിലും നിനക്ക് പോകാൻ തോന്നിയല്ലോ. അത് പിന്നെ ശിവേണ്ണ അറിയാലോ, അവൾ അവിടെ ഉണ്ടെങ്കിൽ പോവില്ലാന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവൾ അവിടുന്ന് പോയി, എനിക്കിനി ഒരു കുഴപ്പമില്ല അവിടേക്ക് പോകാനെന്ന് പറഞ്ഞു. അല്ല, എപ്പോ പോകാനാ നീ ഉദ്ദേശിക്കുന്നേ? അല്ല, ഇന്ന് പോയാലും കുഴപ്പമില്ല, 1-2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ, നീ ഇന്ന് തന്നെ അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. ആ, എങ്കിൽ എനിക്ക് രാവിലെ തന്നെ പോണം, കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അങ്ങോട്ട് ചെല്ലുവാണെങ്കിലേ എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാവാന്ന് പറഞ്ഞു. അല്ല, ശിവേട്ടൻ എന്നെ കൊണ്ടേ വിടുവോന്ന് ചോദിച്ചു. എടി, ഞാൻ വരണോ? അതെന്ത് വർത്താനാ ശിവേട്ട പറയണേ? ശിവേട്ടൻ എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. ശരി, എന്നാ ഞാൻ നിന്നെ കൊണ്ടേ ആക്കാന്ന് പറഞ്ഞു. ശിവശങ്കറിന് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. കമലയ്ക്ക് ഭയങ്കര സന്തോഷമാണ്, വൈജയന്തി പോകുമല്ലേ, ആ ഒരു കാര്യം ഓർത്തിട്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ എടുത്തു പെറുക്കി വെച്ചു. കമലയോട് എല്ലാവരുടെയും യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ്. അങ്ങനെ കാറിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ശിവശങ്കരനാണ്. പോകുന്ന സമയത്ത് ശിവശങ്കരൻ പറഞ്ഞു, അറിയാലോ ബാലേന്ദ്രന്റെ സ്വഭാവം, നീ വെറുതെ ഒരു വഴക്കിനും പ്രശ്നത്തിനൊന്നും പോയേക്കരുതെന്ന് പറഞ്ഞു. ആ, ഇപ്പൊ ഞാനാണ് പ്രശ്നക്കാരിയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണല്ലോ, പണ്ട് മുതൽ എന്നെയാണല്ലോ കാണത്തില്ലാത്തതെന്നൊക്കെ പറഞ്ഞു. ശിവശങ്കരനൊന്നും മിണ്ടിയില്ല. മിണ്ടിയിട്ടും കാര്യമൊന്നുമില്ല, എന്തു പറഞ്ഞാലും ആ തലക്കിലേക്ക് കേറില്ല. ഇങ്ങോട്ട് കടിച്ചു തിന്നാൻ വരും. എല്ലാം പെർഫെക്റ്റാന്ന് അവളുടെ വിചാരം. കുറച്ചു കഴിഞ്ഞപ്പോഴത്തേനും കാറ് കടപ്പാട്ട് വീട്ടില് മുറ്റത്തെത്തുവാണ്. ഈ സമയത്ത് ബാലേന്ദ്രൻ സിറ്റ് ഔട്ടില് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാറ് കണ്ടിട്ട് ബാലേന്ദ്രൻ മൈൻഡ് ചെയ്തൊന്നുമില്ല, അവിടെ തന്നെ ഇരുന്നുള്ളൂ. അങ്ങനെ വൈജയന്തി പതൊക്കെ കാറിൽ നിന്ന് ഇറങ്ങി. ആ സമയത്ത് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അമ്മയെ കണ്ടുകഴിഞ്ഞപ്പോ കൃഷ്ണമോളും നോക്കി. പിന്നീട് അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, കൈ പിടിക്കണോ അമ്മയെന്ന് ചോദിച്ചു. എന്റെ കയ്യേലും കാലിലൊന്നും ആരും പിടിക്കൊന്നും വേണ്ട. ഇത്രയും ദിവസം ഞാൻ അവിടെ കിടന്നു കഴിഞ്ഞപ്പോ എന്റെ കയ്യേലും കാലിലും പിടിക്കാൻ ആരും ഇല്ലായിരുന്നല്ലോ, പിന്നെ അതിനിപ്പോ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബബിത രോഹിതം കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. വൈജയനെ കണ്ടിട്ട് അവർക്ക് വലിയ ഭാവമാറ്റവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ആ സമയത്ത് വൈജയന്തി പറഞ്ഞു, എടാ രോഹിത്തെ, നീ എന്റെ ഭാഗമൊക്കെ ഇങ്ങോട്ടേക്ക് ഒന്ന് എടുത്തു വെക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോ രോഹിത് ഒന്ന് നോക്കി. ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോ എല്ലാം കെട്ടിപ്പറക്കി പോയാളാ, ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നപ്പോ എടുത്തോണ്ട് വെക്കണം പോലും. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രോഹിത് പറഞ്ഞു, ശരി, ഞാൻ കൊണ്ടേ വെക്കാന്ന് പറഞ്ഞു. രോഹിത്തിനെ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്നാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മാത്രം എല്ലാം എടുത്തോണ്ട് വെക്കുവാണ്. ഈ സമയത്ത് കൃഷ്ണമോള് പറഞ്ഞു, അല്ല അമ്മയെല്ലാം കെട്ടിപ്പറക്കി ഇങ്ങോട്ട് തിരിച്ചു പോകുന്നാണെന്ന് ചോദിച്ചു. അതെന്താടി അങ്ങനെ ഒരു ചോദ്യം? എനിക്കെന്താ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന് ചോദിച്ചു. അല്ല, ഞാൻ ചോദിച്ചെന്നുള്ളെന്ന് പറഞ്ഞു. ഈ സമയത്ത് ബാലേന്ദ്രൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ടെന്ന് പോലും വിചാരിക്കുന്ന പോലും ഇല്ല. ഭയങ്കര പത്രം വായനയും കാര്യങ്ങളൊക്കെയാണ്. ഈ സമയത്ത് ബാലേന്ദ്രന്റെ അടുത്തേക്ക് എന്നിട്ട് ശിവശങ്കരൻ ചോദിച്ചു, ഇതെന്താ ബാലേന്ദ്ര, പത്രം ഇത്ര സൂക്ഷിച്ചൊരു വായന? പിള്ളേര് പരീക്ഷയ്ക്ക് പഠിക്കണ പോലെ എന്ന് ശിവശങ്കരൻ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, ഓ, സ്വർണത്തിന്റെ ഒക്കെ ഒരു വിലയെ താഴോട്ടാ, സ്വർണ്ണ വിപണിയിലൊക്കെ മാന്തി വേണം. ഓ, എന്ത് ദൈവമേ, എന്ത് പറയാനാന്ന് പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് അങ്ങനത്തെ കുറച്ച് പത്രവാർത്തകളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയണം. ബാലേന്ദ്രൻ വൈജയൻ മൈൻഡ് ചെയ്തത് പോലും ഇല്ല. വൈജയന്തി ആണെങ്കിലോ ബാലേന്ദ്രനെ മൈൻഡ് ചെയ്യാതെ ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഓ, അലീന ഇല്ലാത്ത വീട്, ഇതുപോലെ ഒരു ദിവസം താൻ എത്ര ആഗ്രഹിച്ചിരുന്ന, എങ്ങനെയെങ്കിലും അവളെ ഈ വീട്ടിൽ നിന്ന് കടത്തണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഒരു സമാധാനമായി. അങ്ങനെ അകത്തേക്ക് എന്നിട്ട് കുടുംബാന്തരീക്ഷമൊക്കെ ഒന്ന് നോക്കി. മോശമില്ലെന്ന് വൈജയന്തിക്ക് തോന്നി. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും കാണുന്നൊന്നുമില്ല എന്നൊക്കെയൊരു ചിന്തയായിരുന്നു. പക്ഷേങ്കില് വൈജയന്തിക്ക് അറിയത്തില്ലാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് അത് വൈജയന്തി മനസ്സിലാക്കാൻ പോകുന്നുണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് ശിവശങ്കരൻ വൈജയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വൈജയ്, എന്റെ കടമ ഞാൻ നിർവഹിച്ചിട്ടുണ്ട്, ഇനി എനിക്ക് അങ്ങോട്ട് പോവാലോ അല്ലേന്ന് ചോദിച്ചു. എന്താ ശിവേട്ട അങ്ങനെ ഒരു സംസാരം എന്ന് ചോദിച്ചു. അല്ല, ഒരു കാര്യം ഞാൻ പറയാം, നീ വെറുതെ കുട്ടികളുമായിട്ട് വഴക്കിനോ അല്ല ബാലേന്ദ്രനായിട്ട് വഴക്കുണ്ടാക്കാനൊന്നും പോവല്ലോ എന്ന് പറഞ്ഞു. അതെന്താ, ഞാൻ സ്ഥിരം ഒരു വഴക്കാളിയാണെന്ന് ചോദിച്ചു. അല്ല, നിന്റെ സ്വഭാവം വെച്ച് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അതെ, ഞാനേ അങ്ങനെ ആരോടും വഴക്കിനൊന്നും പോറില്ല. എന്നോട് ഇങ്ങോട്ടേക്ക് വഴക്കിന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിട്ടു കൊടുക്കത്തുമില്ല. അവളെ ഈ വീട് വിട്ടു പോയാലോ ഞാൻ ഇങ്ങോട്ടേക്ക് വരുവോളെന്ന് വാശി പിടിച്ചു. അങ്ങനെ ആരുടെ മുന്നിൽ തോൽക്കാനായിട്ട് എനിക്ക് സൗകര്യമില്ലായിരുന്നു.
ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശിവശങ്കരൻ പറഞ്ഞു, നീ ആരെ തോൽപ്പിക്കാനാ നോക്കുന്നേ? നീ നിന്നോട് തന്നെ പൊരുകുന്നേ, പിന്നെ എന്നോട് തന്നെ. എനിക്ക് അങ്ങനെയൊന്നും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. എനിക്ക് തോൽക്കണ്ട, എനിക്ക് ജയിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് വൈജയന്തി തന്റെ മുറിയുടെ നേർക്ക് അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോ വൈജയന്തിക്ക് മനസ്സിലായി ബാലേന്ദ്രൻ മോള് തന്നെയാണ്. ഈ മുറിയിലേക്ക് താമസം മാറ്റിയിട്ടൊന്നുമില്ല, രണ്ടുപേരും കൂടെ ഒരുമിച്ച് കിടന്ന മുറിയാണ്. പക്ഷെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പോലില്ല. നോയിക്കഴിഞ്ഞപ്പം മുറിയൊക്കെ നന്നായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ എല്ലാം ചിട്ടപ്പെടുത്തി എല്ലാം അടുക്കി പെറുക്കി വെച്ചിരിക്കുന്നു. വൈജയന്തിക്ക് അത്ഭുതം തോന്നി. കാരണം ഇങ്ങനെ ഈ മുറിയൊക്കെ കിടക്കണമെങ്കിൽ അതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. അങ്ങനെ വൈജയന്തി പിന്നീട് എന്ത് ചെയ്തു, അവിടേക്ക് ഒന്ന് ചുറ്റും നോക്കിയിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നു. അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച വൈജയന്തി അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ബബിതയും കൃഷ്ണമോളും കൂടെ കൂടിയിട്ട് ധൃതി പിടിച്ച അടുക്കള പണികളൊക്കെ ചെയ്യുവാണ്. കൃഷ്ണമോള് ഓംലെറ്റ് ഉണ്ടാക്കുന്നു, ബബിതയാണ് ക്യാരറ്റും ബീൻസും എല്ലാം ബീട്രൂട്ടും എല്ലാം കൂടെ കുത്തിയരിഞ്ഞ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നു. പിന്നെ ചോറ് വാർക്കാൻ വെച്ചിരുന്ന കൃഷ്ണമോളെടുത്ത് ടിഫിൻ ക്യാരിയറിലേക്ക് മാറ്റുന്നു. അങ്ങനെ ഓരോരോ പണികള്. രണ്ടുപേരും കൂടെ എപ്പോഴും കുശുമ്പും കുന്നായ്മ പറഞ്ഞ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടുണ്ടെങ്കിൽ അടി ഉണ്ടായിക്കൊണ്ടിരുന്ന. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, അടുക്കളയാണെങ്കിലോ നല്ല ക്ലീൻ ആണ് താനും. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ വൈജയന്തി അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, ഓ അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ തനിച്ച് ചെയ്യാവുന്നുള്ളല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് പറഞ്ഞു, അതെ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, എല്ലാം അലിയനി ചേച്ചി പഠിപ്പിച്ചാന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈജയന്തിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ഈ സമയത്ത് ബബിത ഉറക്ക രോഹിയേട്ടാന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറഞ്ഞു. എന്തിനാ വിളിച്ചെന്ന് പറഞ്ഞു. അതെ എന്റെ യൂണിഫോം ഒന്ന് അയൺ ചെയ്ത് തരുമോ? സമയം പോയിട്ടാ പ്ലീസ്. നിനക്ക് ഇച്ചിരി നേരത്തെ എഴുന്നേക്കാൻ പാടില്ലായിരുന്നോ? അതെ ഞാനിനി എപ്പോഴാ കുളിച്ച് ബാഗും എല്ലായിടത്തും എല്ലാം കഴിച്ചിട്ടൊക്കെ പോന്നേ, അപ്പോഴേക്ക് സമയം കുറച്ച് പോകുന്നു പറഞ്ഞു. പ്ലീസ് എന്നും പറഞ്ഞ് കെഞ്ചുവാണ്. ആ പ്ലീസിനെ കുറച്ചുകൂടെ നീളമാകാം, എന്തൊരു സോപ്പ്. കൃഷ്ണ അങ്ങനെ പറഞ്ഞ് കളിയാക്കോട്. ഒന്ന് പോടിയെന്നൊക്കെ ബബിത പറഞ്ഞു. പിന്നീട് സ്റ്റൗ എടുത്തിട്ട് നേരെ അടുക്കളയിലേക്ക് ബാത്റൂമിലേക്ക് കയറി ഓടുകയാണ് കുളിക്കാനായിട്ട്. കാരണം കോളേജിലേക്ക് പോകണമല്ലോ. പിന്നെ വൈജയന്തി പോയി നോക്കുമ്പോഴത്തേനും രോഹിത് എന്ത് ചെയ്യണം, ബബിതയുടെ യൂണിഫോം ഒക്കെ അങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കണം. ഹോ ഇതെന്തൊരു അത്ഭുതം. കണ്ടിട്ടുണ്ടെങ്കിൽ മിണ്ടാത്ത ഏട്ടനും അഡ്ജത്തിയായിരുന്നു. പക്ഷെ ഇപ്പോഴെന്തൊരു മാറ്റം. പിന്നീട് കൃഷ്ണജിയാണ് ഊണുമേശയിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ വിളമ്പിയുന്നത്. അവള് തന്നെ ടിഫിനെല്ലാം കാര്യങ്ങളെല്ലാം കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് വൈജയന്തിയോട് പറഞ്ഞു, അമ്മ ഇരുന്ന് കഴിച്ചോ, ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാന്ന് പറഞ്ഞ് അവള് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. രോഹിത് എന്ത് ചെയ്തു, തേച്ചെടുത്ത യൂണിഫോം ബബിതയുടെ മുറിയിൽ കൊണ്ടുവന്നിട്ടു. അങ്ങനെ കൃഷ്ണമോള് റെഡിയായിട്ട് വന്നിട്ട് കൃഷ്ണമോള് കഴിക്കാൻ തുടങ്ങി. കഴിച്ചു തീർന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്കൂൾ ബസിന്റെ ഓണടി ശബ്ദം കേട്ടു. ആ സമയത്ത് അവള് പെട്ടെന്ന് കൈ കഴിയിട്ട് ചാടി എഴുന്നിട്ടിട്ട് പറഞ്ഞു, അതെ ഞാൻ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് അവള് ചാടി എഴുന്നിട്ട് ഭാഗം തൂക്കിക്കൊണ്ട് ഇറങ്ങി ഓടിപ്പോണം. അപ്പോഴേക്കും രോഹിത്ത് പിന്നാലെ എന്നിട്ട് വിളിച്ചു, എടി നീ എങ്ങോട്ടാ ഓടുന്നേ, നിന്റെ ടിഫിൻ ബോക്സ് എടുത്തോന്ന് ചോദിച്ചു. അയ്യോ മറന്നുപോയി, എന്നാന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തു. അങ്ങനെ അവൻ തിരികെ വന്നു കഴിഞ്ഞപ്പോ വൈജയന്തി ചോദിച്ചു, നിനക്ക് പോവണ്ടേന്ന് ചോദിച്ചു. ഞാൻ സസ്പെൻഷനല്ലേ, അതുകൊണ്ട് എനിക്കിപ്പോ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബബിതയുടെ ഡ്രസ്സ് മാറി വന്നു. മേശപ്പുറത്തിരുന്ന ടിഫിൻ ബോക്സ് എടുത്ത് പോകാൻ തുടങ്ങണം. അപ്പൊ നീ കഴിക്കണില്ലേ? ഓ സമയം പോയി രോഹിയേട്ടാ, എനിക്ക് വേണ്ട. കഴിക്കാതെ പോവാനാ? ആ പിന്നെ ലേറ്റ് ആയ പിന്നെ ദേ മിസ്സിന്റെ വായിരിക്കാൻ ചീത്ത മൊത്തം കേൾക്കണോന്ന് പറഞ്ഞു. ഭവിത പെട്ടെന്ന് തന്നെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് മുടിയൊക്കെ ചെയ്യുവാനായിട്ട് തുടങ്ങി. ആ സമയത്ത് രോഹിത് എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റ് എടുത്തോണ്ട് വന്നു. അതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അതെ ഇപ്പൊ കഴിക്കാൻ സമയമില്ല, എന്റെ കൈ ഒഴിവില്ല കണ്ടോന്ന് പറഞ്ഞു. രോഹിത് ഒട്ടും മടിച്ചില്ല, പെട്ടെന്ന് തന്നെ അവൾക്ക് ഭാര്യ കൊടുക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ബബിത കഴിക്കുന്നുണ്ടപ്പോ രോഹിത് ചോദിച്ചു, എന്താടി ആനവായോ എന്ന് ചോദിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് അവള് ഭാഗം എടുത്തോണ്ട് ഓടാൻ തുടങ്ങുവാണ്. ഒരുക്കത്തിനിടയിലാണ് ഈ കഴിപ്പും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ രോഹിത്തിനോടൊക്കെ യാത്ര പറഞ്ഞിറങ്ങി. ഇതെല്ലാം കണ്ടിട്ട് വൈജയന്തി അന്തം വിട്ട് നിൽക്കുകയാണ്. വൈജയന്തിക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല, എന്തൊരു മാറ്റമാണിത്. എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു മാറ്റം എന്നൊരു ചിന്തയായിരുന്നു വൈജയന്തിയുടെ മനസ്സിൽ. ഇതേ സമയത്ത് അലീനയ്ക്ക് തന്റെ റബ്ബർ തോട്ടം കാണിച്ചു കൊടുക്കാനായിട്ട് കൊണ്ടുപോയതായിരുന്നു സ്റ്റാൻലി. അലീനയ്ക്ക് അവിടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അത്ഭുതമായിരുന്നു. അങ്ങനെ സ്ഥലത്തോടെ പോകുന്ന സമയത്ത് അലീനയോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സ്റ്റാൻലി പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു. അങ്ങനെ കുന്നുകളുടെ ചെരുവിലൂടെ വളഞ്ഞും പൊളിഞ്ഞും പോകുന്ന റോഡിലൂടെ സ്റ്റാൻലി ഇങ്ങനെ കാർ ഓടിച്ചു പോവാണ്. അപ്പൊ അതിരുകളും കാര്യങ്ങളും എല്ലാം സ്റ്റാൻലി അലീനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞതേ വനത്തിനുള്ളിൽ നിന്ന് ഒഴുകി വരുന്ന തോടാതെന്ന് പറഞ്ഞു. കണ്ടില്ലേ ആ ചെക്കിടാമ, അത് ഞാൻ കെട്ടിയതാന്ന് പറഞ്ഞു. തോട അത് പൊതുസ്വത്തല്ലേന്ന് ചോദിച്ചു. അതെ എന്നിട്ട് എന്തിനാ അവിടെ ചെക്കിടാം, അതുണ്ടാക്കിയപ്പോ ആരും തടഞ്ഞില്ലേ?
അത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ സ്റ്റാലി ഒന്ന് ചിരിച്ചു. പിന്നെ ഇവിടെ പണം കൊടുത്താൽ എന്താ നടക്കാത്ത? ആദ്യം പഞ്ചായത്ത് എതിർത്തു, അവർക്ക് പൈസ കൊടുത്തേക്ക്, പിന്നെ റവന്യൂ, ഇറിഗേഷന്, അങ്ങനെ എല്ലാവർക്കും പണം കിട്ടണം. ഒടുവില് തൊഴിലാളികളുടെ എതിർപ്പും വന്നു. അവരുടെ കണ്ണിപ്പൊടിയുടെ ഒരു കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെടുത്തി ഇപ്പൊ ആർക്കും ഒരു പരാതിയില്ല. തോട്ടം നനയ്ക്കാനുള്ള വെള്ളവും കിട്ടും. അലീന സ്റ്റാലിയുടെ നേർക്കൊന്ന് പാളി നോക്കി. ഓഹോ, കൈക്കൂലി കൊടുത്തും കള്ളത്തരം കാണിച്ച് നിർബന്ധിച്ച ചെക്ക് ഡാമാണോ ഇതല്ലേന്ന് ചോദിച്ചു. വെറുതെ ഒഴുകി പോകുന്ന വെള്ളമല്ലേ, ഞാൻ ഒരൽപ്പം കെട്ടി നിർത്തിയാൽ എന്ന് മാത്രം. പിന്നെയും കവിഞ്ഞൊഴുകുകയാണ്, ആർക്ക് നഷ്ടം? അല്ല, വേനൽക്കാലത്ത് അത് കവിഞ്ഞൊഴുകുമെന്ന് ചോദിച്ചു. സ്റ്റാലി ഒരു അമ്പരപ്പോട് കൂടി അലീനയെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഏയ് വേനൽക്കാലത്തില്ല. അപ്പൊ കുറച്ചു പേർക്കെങ്കിലും അർഹതപ്പെട്ട വെള്ളം കിട്ടാതെ പോകല്ലേ? അത് ശരിയാ, പക്ഷെ ഏത് പദ്ധതി വന്നാലും കുറച്ചു പേർക്ക് ബുദ്ധിമുട്ടാവും. അണക്കെട്ട് വരുമ്പോഴാണെങ്കിലും വ്യവസായശാല തുടങ്ങുമ്പോഴേക്കാണെങ്കിലും റോഡിന് വീതി കൂട്ടുമ്പോഴേക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ? അത് കുറച്ചു പേരെ ബാധിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞ് സ്റ്റാലിൻ തർക്കിച്ചു. ഇത് കേട്ടിഞ്ഞപ്പോ അലീന പറഞ്ഞു, അതെല്ലാം പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയല്ലേ, പക്ഷെ ഈ ചെക്ക് ഡാം കൊണ്ട് ആർക്കാ ലാഭം? ഒരേ ഒരാൾക്ക് മാത്രം അല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും സ്റ്റാലിൻ അലീനയൊന്ന് നോക്കി. എന്നിട്ട് റോഡരിയിൽ ചേർന്ന് കാർ നിർത്തിയിട്ട് ചോദിച്ചു, നീ കമ്മ്യൂണിസ്റ്റുകാരിയാണോ? ആരാ നിന്റെ നേതാവ്? അച്യുതാനന്ദനാണോ അതോ പിണറായി ആണോ എന്ന് ചോദിച്ചു. മൂർച്ചയുള്ളൊരു പരിഹാസത്തോടെ കൂടിയിട്ടാണ് അയാളത് ചോദിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അലീന പറഞ്ഞു, അതെ, എന്റെ നേതാവ് യേശുവാണ്, ലോകത്തിലെ ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ സ്റ്റാലിൻ. അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും സ്റ്റാലിൻ അമ്പരപ്പോടു കൂടി അവളെ നോക്കണം. അലീനയും വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. സ്റ്റാലിൻ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. കൊള്ളാം. പക്ഷെ പാതിരാമാരും ബിഷപ്പുമാരും നിന്റെ ഈ അധിക പ്രസംഗം കേൾക്കാത്ത നന്നായെന്ന് പറഞ്ഞു. പിന്നീട് സ്റ്റാലിൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അലീനയോട് ഇറങ്ങി വരാനായിട്ട് പറയണം. അലീനയും ഡോർ തുറന്ന് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുവാണ്. പിന്നീട് സ്റ്റാലിൻ പുറത്തിറങ്ങിയിട്ട് ഒരു സിഗരറ്റ് കത്തിക്കുവാണ്. ആ സമയത്ത് അലീന അല്പം മാറി നിന്നു. ഈ വേനൽക്കാലം ആയിരുന്നുകൊണ്ട് റോഡിലും തോട്ടിലും എല്ലാം റബ്ബറിന്റെ കരിയിലും എല്ലാം വീണ് മൂടിക്കിടക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാനായിട്ട്. അലീന അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോഴത്തേനും സ്റ്റാലിൻ ഒരു 3-4 പുക എടുത്തതിന് ശേഷം ആ സിഗരറ്റ് ഊറ്റി കളഞ്ഞു. എന്നിട്ട് അലീനയോട് പറഞ്ഞു, അതെ, ആർക്കും വേണ്ടാതെ കിടന്ന സ്ഥലം എവിടെ? കുറഞ്ഞ വിലയ്ക്ക് എനിക്ക് സ്ഥലം കിട്ടി, പിന്നെ ഞാനാണ് പ്ലാൻ ചെയ്ത് ഈ രൂപത്തിലാക്കി എടുത്തേന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ, അങ്കിൾ ഒറ്റയ്ക്ക് ചെയ്തല്ലോ, തൊഴിലാളികളെ കൊണ്ട് ചെയ്യിച്ചല്ലേന്ന് ചോദിച്ചു. അവർക്ക് കൂലി കൊടുത്തെന്നല്ലേ ഉള്ളൂ. അങ്കിളോ? ഓർക്കാപ്പുറത്ത് പിന്നിൽ നിന്ന് ഒരു അടി കിട്ടിയതുപോലെ തോന്നി സ്റ്റാലിക്ക്. ഇപ്പോഴും നീ എന്നെ അങ്കിളെന്ന് തന്നെയാണ് വിളിക്കണേ? അല്ല, ഞാനെങ്ങനെ വിളിക്കണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ വിളിക്കാതിരുന്നെന്ന് പറഞ്ഞു. അതെ, എന്റെ മക്കൾ എന്നെ പപ്പയെന്നാ വിളിക്കുന്നേ. അല്ല, എനിക്കങ്ങനെ വിളിക്കാവോ? അല്ല, നീയും അങ്ങനെ തന്നെ വിളിക്കേണ്ടത്. അല്ല, നല്ലപോലെ ആലോചിച്ചിട്ട് മതി. ഒരിക്കൽ വിളിച്ചാ പിന്നെ ഞാൻ എങ്ങനെ വിളിക്കൂ? ആരുടെ മുൻപ് വെച്ച് ഏത് സ്ഥലത്ത് വെച്ചും. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സ്റ്റാലിൻ അല്പം വിഷമത്തിലായി. അലീനയോട് കുത്തുവാക്കുകളോട് കൂടിയിട്ടാണ് അലീന അത് പറഞ്ഞത്. ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല അലീന സ്വന്തം മകളാന്ന്. ഈ സമയത്ത് അലീന ഒന്ന് നോക്കി സ്റ്റാലിയെ. എന്നിട്ടൊരു ചെറുപുഞ്ചിരിയോടുകൂടി ചോദിച്ചു, വേണ്ടല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ടൊന്ന് വേണമെന്ന് പറഞ്ഞു. ഇനി എന്നെ അങ്ങനെ വിളിക്കാവുള്ളൂ എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞു. അലീനയൊന്ന് നോക്കി. കാരണം അലീനയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഇനിയിപ്പൊ തന്നെ അങ്ങനെ വിളിക്കണ്ടെന്ന് പറയോ? ഇനിയിപ്പ വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എവിടെ വെച്ചാലും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാലിനിക്ക് അതൊരു ബുദ്ധിമുട്ടാവുന്നുള്ള കാര്യം അലീനയ്ക്കറിയാം. അതുകൊണ്ടാണ് അലീന അങ്ങനെ പറഞ്ഞേ. പക്ഷെങ്കിൽ സ്റ്റാലിനെ വിളിച്ചോളാനായിട്ട് പെർമിഷൻ കൊടുക്കുകയാണ്. ഈ സമയം അലീന ഓർത്തു, താൻ കടപ്പാട്ടിലെ അച്ഛനെ അച്ഛന്നാ വിളിക്കുന്നേ. പക്ഷെങ്കിൽ ആ വിളിയിലൊരു സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ട് തന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. പപ്പ തന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിലോ, ഒന്ന് തലോടിയെങ്കിലോ, ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിലോ ഒന്ന് ആശിച്ചു. പക്ഷേങ്കില് അങ്ങനെ ഒന്നും സ്റ്റാലിയുടെ ഭാഗത്തൊന്നും ഉണ്ടായതുമില്ല. ഈ സമയത്ത് സ്റ്റാലിൻ എന്ത് ചെയ്തു? അലീനയോട് പറഞ്ഞു, അല്ല, നീ പറഞ്ഞല്ലോ തൊഴിലാളികളാണ് തോട്ടം ഉണ്ടാക്കിയതെന്ന്, ഞാൻ കൂലി കൊടുത്തോളന്ന്. ശരിയാ, തൊഴിലാളികളാണ് തോട്ടം ഉണ്ടാക്കിയത്. പക്ഷെ ഞാനും ഒരു തൊഴിൽ ചെയ്യുന്നവനായിരുന്നു, മിലിറ്ററിയിലായിരുന്നു മാത്രം. ആ തൊഴിലിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടാ ഞാൻ ഈ തോട്ടം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. സ്റ്റാലിൻ ആ പഴയ തർക്കത്തിലേക്ക് തിരിച്ചു വരുവാണ്. അലീന എന്ത് ചെയ്തു? ആ തോട്ടത്തിലേക്കൊക്കെ നോക്കിയിരുന്നു. റബ്ബർ മരങ്ങളൊക്കെ ഇങ്ങനെ നിരവിപ്പിച്ച് നിൽക്കുന്നതാണൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ അവിടെ കല്ലുകളും പാറക്കൂട്ടങ്ങളും അലീനയ്ക്ക് അവിടെയൊക്കെ കാണാനായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ആ ചെക്ക് ഡാമും അതിനോട് ചേർന്നുള്ള വലിയ ആ പമ്പ് ഹൗസും അതെല്ലാം അലീനയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാനായിട്ട്. അപ്പോഴേക്ക് സ്റ്റാലിൻ പറഞ്ഞു, അതെ, ഇതെല്ലാം കൂടി ഒരു 150 ഏക്കർ വരും എന്ന് പറഞ്ഞു. അല്ല, അപ്പൊ ഈ തോട്ടത്തിൽ നിന്ന് നല്ല വരുമാനം കിട്ടുമല്ലേന്ന് ചോദിച്ചു. കിട്ടും, സംശയം എന്താ? അല്ല, ശരാശരി ഒരു ദിവസം എത്ര രൂപ കിട്ടും? അലീന അങ്ങനെ ചോദിക്കണം. ഇപ്പോഴത്തെ റബ്ബറിന്റെ വില വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കുറേയേറെ പൈസ കിട്ടും, ലക്ഷങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു. ലക്ഷങ്ങളോ? അതെ.
അനിയനുടെ കണ്ണും വിഴിഞ്ഞു പോയി. അല്ല ഈ പണം എല്ലാം കൂടെ എന്ത് ചെയ്യാന്ന് ചോദിച്ചു. പകുതിയോളം തന്നെ ഞാൻ ഈ തോട്ടത്തിൽ തന്നെ മുടക്കും. പിന്നെ അങ്ങനെ കുറെ പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ തോട്ടത്തിലും കുറെ പണികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കുറെ ചെലവുകളൊക്കെ ഉണ്ട്. അല്ല സംഭാവനകളായിട്ട് വല്ലതും കൊടുക്കാറുണ്ടോന്ന് ചോദിച്ചു. ഉണ്ടല്ലോ, രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ അവർക്കൊന്നും ചെറിയ തുക വരാ, ചിലപ്പോൾ ലക്ഷങ്ങൾ കിട്ടണം. പിന്നെ പള്ളിക്ക് കൊടുക്കും, ക്ലബുകളിൽ മെമ്പർഷിപ്പ് ഉണ്ട്. സംഭാവന ലിസ്റ്റ് എടുത്താൽ നീ ഞെട്ടിപ്പോന്ന് പറഞ്ഞു. അല്ല ഏതെങ്കിലും അനാഥാലയത്തിന് കൊടുക്കാറുണ്ടോ, സംഭാവന കൊടുക്കാറുണ്ടോ? ചികിത്സിക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്ന രോഗികൾക്ക്, പഠിക്കാൻ ഫീസും പുസ്തകവും ഇല്ലാതെ സങ്കടപ്പെടുന്ന കുട്ടികൾക്ക്, വീടില്ലാത്തവർക്ക്, വസ്ത്രമില്ലാത്തവർക്ക്, അങ്ങനെയൊക്കെ അലീനെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാലി ഭയങ്കര അസ്വസ്ഥനായി. സ്റ്റാലി ചോദിച്ചു, അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല അങ്ങനെ കൊടുക്കാറുണ്ടോ? പിന്നെ എനിക്ക് അതിനൊന്നും സമയമില്ല, എന്റെ ജോലിയല്ലത്. ചെറിയ പിരിവാരെ കൈകാര്യം ചെയ്യുന്ന ചുമതല ഞാൻ ആന്റപ്പനെ ഏൽപ്പിച്ചിരിക്കുക. അവനും അനാഥശാല സന്ദർശിക്കാനൊന്നും നേരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. സ്റ്റാൻലി അത് അല്പം നീരസത്തിലാണ് പറഞ്ഞത്. എന്നിട്ട് കാറിന് നേരൊക്കെ നടക്കണം. അപ്പോഴേക്കും അലീനെ വിളിച്ചു പപ്പാന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആദ്യമായിട്ടാണ് അലീനെ അങ്ങനെ വിളിക്കുന്നത്. സ്റ്റാൻലി പെട്ടെന്ന് ഇരിഞ്ഞിട്ട് അലീനെ നോക്കി. അല്ല ഞാനും ഇതുപോലെ അനാഥത്തിലാണ്. പപ്പയുടെ മോളെ 23 വർഷക്കാലം ചോറ് നിന്ന് തീറ്റിപ്പൊറ്റിയത് ഒരു അനാഥാലയമാന്ന് പറഞ്ഞു. ഷോക്കേറ്റ പോലെ നിൽക്കുകയാണ്. സ്തംഭിച്ചെന്നു സ്റ്റാൻലി. സ്റ്റാൻലി ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാര്യമായിരുന്നില്ല ഇത്, അലീന ഇങ്ങനെ പറയുന്നു. അപ്പോഴേക്ക് സ്റ്റാൻലിയെ മറികടന്ന് അലീന പോയി കാറിൽ കയറിയിരുന്നു. സ്റ്റാൻലി കാറിനടുത്തേക്ക് വരാൻ കുറച്ച് സമയം കൂടി എടുത്തു. കാരണം സ്റ്റാൻലിക്ക് ആ ഷോക്ക് മാറിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഒന്ന് കാറെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് റബ്ബർ തോട്ടത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് സ്റ്റാൻലി നിനക്ക് എന്റെ തോട്ടം ഇഷ്ടപ്പെട്ടില്ലല്ലേന്ന് ചോദിച്ചു. അലീന പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടു. ശരിക്കും അതെ, നല്ല തോട്ടം, ധാരാളം വരുമാനം, പക്ഷെ അത് ശരിക്കും പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞു. സ്റ്റാൻലിക്ക് കാര്യം മനസ്സിലായി. പിന്നീട് സ്റ്റാൻലി പറഞ്ഞു ശരി, സഹായിക്കേണ്ട ഒരു ലിസ്റ്റ് നീ ആന്റപ്പനെ ഏൽപ്പിച്ചേരെ, ഞാൻ ആന്റപ്പനോട് പറഞ്ഞേക്കാന്ന് പറഞ്ഞു. വേണ്ട, അതെന്താ? അതെ, ഞാൻ പപ്പ എന്ന് വിളിക്കേണ്ട ആരെയാ? ആന്റപ്പൻ ചേട്ടനെ വിളിച്ചാൽ മതിയോ? ഇതെന്ത് വർത്താനം? സ്റ്റാൻലിക്കൊന്നും മനസ്സിലായില്ല. അല്ല എന്നോട് ആരും എതിർത്ത് സംസാരിക്കില്ല. ആർമിയിലായിരുന്നപ്പോഴും റിട്ടയർമെന്റിന് ശേഷവും. സ്റ്റാൻലി അല്പം ദേഷ്യത്തോടെ പരിശുദ്ധത്തോടെ പറഞ്ഞേ. പിന്നെ അത് മാത്രമല്ല, എന്നോട് അടുപ്പമുള്ളവർക്ക് അത് അറിയും താനും. ഇത് കേട്ടിഞ്ഞ് പലീന പറഞ്ഞു ശരി, എങ്കിൽ ഞാനൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു. വേണമെങ്കിൽ ഞാൻ തിരിച്ചു പോയിക്കോളാം, എന്നെ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇവിടെ പിന്നെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സ്റ്റാൻലി പറഞ്ഞു ഞാൻ പോകാനൊന്നും പറഞ്ഞില്ലല്ലോ, പറഞ്ഞോ നിന്നോട്? അല്ല ഇതിനേക്കാളും ഭേദം തന്നെ അത് തന്നെയാ. അനിയന് ഇച്ചിരി അങ്ങോട്ട് ദേഷ്യം പിടിച്ച മട്ടിലിരിക്കുകയാണ്. എനിക്ക് പാലായിക്കുള്ള വണ്ടിക്കൂലി തന്നാൽ മാത്രം മതി. അതെ, നിന്നെ ഞാൻ അങ്ങനെ വിട്ടയക്കാനൊന്നും പോകുന്നൊന്നുമില്ല. അതിനു വേണ്ടിട്ടല്ലോ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നേ. സ്റ്റാൻലി ജോസഫിന്റെ മകളാണ് നീ നിന്റെ പപ്പയുടെ കൂടെയല്ലേ ജീവിക്കേണ്ടെന്ന് ചോദിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സ്റ്റാൻലി ജോസഫ് എന്റെ അച്ഛനാണെന്ന് പറഞ്ഞാലും ഈ സ്റ്റാൻലി ജോസഫിന്റെ മകൾക്ക് അവളുടെ പപ്പയുടെ അടുത്തൊരു സാന്ദ്രം ഇല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാൻലി പറഞ്ഞില്ലെന്ന് ആര് പറഞ്ഞു? അല്ല ഉണ്ടെന്ന് എനിക്കൂടെ തോന്നണ്ടേ, എന്തെങ്കിലും ഒരു കാര്യം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോന്ന് ചോദിച്ചു. അല്ല അത് വേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, എന്ത് വേണ്ടതും വേണ്ടാത്തും അങ്ങനെയൊക്കെ ഉണ്ടോ? അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാൻലി ഒരു നിമിഷം ആലോചിച്ചു. ആ സമയം അലീന പറഞ്ഞു അതെ, ഒരു കാര്യം ആലോചിക്കണം. ഞാനേ 10-23 വർഷം ഒരു അനാഥാലയത്തിൽ ജീവിച്ചാണ്. അപ്പൊ ആ മകളോട് സംസാരിക്കുമ്പോ ആ രീതി വേണം സംസാരിക്കാനായിട്ട്. ഈ സമയം സ്റ്റാൻലി ആകെപ്പാടെ അസ്വസ്ഥനായി. സ്റ്റാൻലിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സ്റ്റാൻലി പറഞ്ഞു അല്ല നീ ഇത് കൂടെ പറയുന്നുണ്ടല്ലോ, എന്തിനാ എപ്പോഴും ഇങ്ങനെ പറയണേ? അതെ, പപ്പായ്ക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, അനുഭവിച്ചവർക്ക് അതിന്റെ വേദന അറിയത്തുള്ളൂ. ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ട്. അതിന് സ്റ്റാൻലി മറുപടിയൊന്നും പറഞ്ഞില്ല. കാരണം സ്റ്റാൻലിയുടെ മനസ്സിൽ വല്ലാത്തൊരു പിടച്ചിലുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ അവർ ബംഗ്ലാവിലേക്ക് തിരികെ എത്തുവാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ എല്ലാ ദിവസവും അലീനയുടെ മത്സ്യങ്ങളുടെ കഥകൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയ പറയുന്നത് കേട്ടോ. അപ്പൊ കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിന്റെ കമന്റ് ഒന്ന് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. കാരണം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് അലീന നല്ല രീതിയിൽ ജീവിച്ച് കാണണമെന്ന്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.